ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ എങ്ങനെ മൈക്രോ ഗ്രീൻസ് വളർത്താം എന്ന് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്ന സംഭവം വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് വീട്ടിൽ തന്നെ സോയിൽ ഇല്ലാതെ സൺലൈറ്റ് ഇല്ലാതെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വളർത്താം. ഇത് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വൻപയറും ചെറുപയറുമാണ്. ഇത് ഞാൻ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെച്ച് എന്നിട്ട് അത് അടുത്ത ദിവസം ഊറ്റി കളഞ്ഞിട്ട് എന്നിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് അടച്ചു വെച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ സ്പ്രൗട്ട്സ് ഒക്കെ വരും. ഇപ്പം ഞാനിവിടെ ഒരു മെത്തേഡ് കാണിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത മെത്തേഡും കാണിക്കാം ഇതെങ്ങനെയാണ് മൈക്രോ ഗ്രീൻസ് വളർത്താനുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പാത്രം എടുത്തിരിക്കുന്നത്. ഈ പാത്രം നമുക്ക് പ്ലാസ്റ്റിക് പാത്രം എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രം എടുക്കാം. ആ പാത്രത്തിൽ നമ്മൾ ഇങ്ങനെ ടിഷ്യൂ ലെയേഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചൺ ടവലോ അങ്ങനെ വല്ലതും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സ്പ്രൗട്ട്സ് നിരത്തി കൊടുക്കാം. ഇപ്പോൾ ഇതേ കണ്ടോ, ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ സ്പ്രൗട്ട്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്. ഈ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത മെത്തേഡ്. ഇപ്പോൾ ഇതാണ് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഇപ്പോൾ ഞാനൊരു ഡിസ്പോസിബിൾ ഇങ്ങനൊരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം വൻപയറും അതിലേക്ക് നമ്മളിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കിഴുത്തിയൊക്കെ ഉണ്ടാക്കണം. ഇപ്പോൾ നമുക്ക് വല്ല കമ്പിയുള്ള ഉണ്ടെങ്കിൽ അതുകൊണ്ടിങ്ങനെ ഹോളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഹോൾ ഉള്ള പാത്രം നമ്മൾ മറ്റേ വെള്ളം ഒഴിച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഇങ്ങനെ വെക്കണം. അതിങ്ങനെ വെള്ളത്തിൽ മുട്ടിയിരിക്കണം. ഇപ്പം ഈ പാത്രത്തിൽ നമ്മൾ ഹോൾ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോളിൽ കൂടെ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ വേരെല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് ഈ വൻപയറെടുത്ത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇടാം. ഇതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ ഇതിപ്പം മറ്റേ പാത്രത്തിലോട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഇപ്പം ഇങ്ങനെ ഇത്രയും വളർന്നു കഴിഞ്ഞിട്ടുള്ളത്. കണ്ടോ, അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ വെള്ളം നമ്മൾ ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ ഇത് മാറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ ഈ പ്ലാന്റ് കണ്ടു, ഇത് ഇത്രേ വളരത്തുള്ളൂ, ഇതിൽ കൂടുതലത് വളരത്തില്ല. മൈക്രോഗ്രീൻസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തത് അത് ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇപ്പോൾ ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയാണ്. ഇത് നമുക്ക് പ്രോട്ടീനും എല്ലാം ഉണ്ട്, വിറ്റമിൻസും എല്ലാം ഉണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. മണ്ണ് വേണ്ട, വെള്ളം മാത്രം മതി, സൺലൈറ്റ് വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്ത് വളർത്തിയെടുക്കാവുന്നതാണ്. വളം വേണ്ട, ഒരു പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യുന്നില്ല, നല്ല ഹെൽത്തിയുമാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പകുതി സവാള അത് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്, തോരൻ പരിപ്പ്, നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ്. അത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഒത്തിരി കുഴഞ്ഞു പോകാതെ ഇതുപോലെ എടുക്കണം. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം ഒരു 1/4 ടീസ്പൂൺ, 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കരിവേപ്പില, 1 ടീസ്പൂൺ ചെറിയ ഉഴുന്ന്, സ്പ്ലിറ്റ് ചെയ്ത ഉഴുന്നാണിത്, 2 വറ്റൽമുളക്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയത്. ആദ്യമായിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാകട്ടെ. നമുക്ക് ഈ തേങ്ങയും ജീരകവും പച്ചമുളകും കരിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉഴുന്ന് ഒഴിപ്പിട്ട് കൊടുക്കാം. ഉഴുന്നും വറ്റൽമുളകും.
ഈ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ, ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉഴുന്ന് ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. ഇപ്പോൾ സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കുറച്ച് ശകലം ഉപ്പിട്ടാണ് ഈ പരിപ്പ് വേവിച്ചത്, അതിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇലക്കറികൾക്ക് സാധാരണ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പെട്ടെന്ന് ഒത്തിരി ഉപ്പ് അത് വെന്ത് വരുമ്പോൾ അത് ഇച്ചിരി ആവുമല്ലോ. അപ്പോൾ ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ ആദ്യം. അപ്പോൾ ഈ പരിപ്പിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ഇടണം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അധികം വേഗമൊന്നും ഇല്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇലക്കകത്തൊക്കെ വെള്ളത്തിൻ്റെ അംശമുണ്ട്, അപ്പോൾ നന്നായിട്ട് അത് ഇറങ്ങിക്കോളും. ഇനി നമുക്ക് ചതച്ച് വെച്ചിരുന്ന തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ശകലം 1/4 ടീസ്പൂൺ മതിയാവും. ഇനി നമ്മൾ ഇതിങ്ങനെ ഒന്ന് ഇതുപോലെ ആക്കാം. ഇനി അടുപ്പിച്ച് വെച്ചിട്ട് 2 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി. ഇത് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ, പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാതെ. അപ്പം അതിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല വ്യത്യാസം വരും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.